മലയാളിയുടെ സമ്പാദ്യശീലത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർണത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ചർച്ചയില്ല. വീട് വയ്ക്കാനും മക്കളെ പഠിപ്പിക്കാനും വിവാഹം നടത്താനും നമ്മൾ ആദ്യം കരുതി വയ്ക്കുന്നത് ഈ മഞ്ഞ ലോഹമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി സ്വർണ്ണവില നമ്മെ അമ്പരപ്പിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് സ്വർണം കുതിക്കുന്നു. പക്ഷേ ഈ കുതിപ്പിന് എത്ര കാലത്തെ ആയുസ്സുണ്ടാകും? 2026 കടക്കുമ്പോൾ സ്വർണത്തിൻ്റെ ഈ പകിട്ട് മങ്ങുമോ? ആഗോള സാമ്പത്തിക മാറ്റങ്ങളും ഡിജിറ്റൽ നിക്ഷേപങ്ങളുടെ വളർച്ചയും സ്വർണത്തിൻ്റെ സുരക്ഷിത നിക്ഷേപം എന്ന പദവിയെ ചോദ്യം ചെയ്യുന്നുണ്ടോ? സാധാരണക്കാരൻ ഇനിയും സ്വർണത്തിൽ നിക്ഷേപിക്കണോ അതോ മറ്റു വഴികൾ തേടണോ? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ VK വിജയകുമാർ, ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അബ്ദുൾ നാസർ, ഹാർനസ് ഫിൻ സൊല്യൂഷൻ ഡയറക്ടർ ഹരീഷ് MV എന്നിവർ. ആദ്യം ഡോക്ടർ VK വിജയകുമാർ, ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഒരു ഉണർവ് പ്രകടമല്ലേ? ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഒരു പോസിറ്റീവ് നോട്ടിലാണ് പുതുവർഷത്തേക്ക് കടക്കുന്നത് എന്ന് പറയാൻ കഴിയില്ലേ? ഈ വർഷം ഏപ്രിലിൽ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ മുകളിൽ ചുമത്തിയ വലിയ ഡ്രക്കോണിയൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ട്രംപ് ടാരിഫ്സ് 50% എല്ലാം പാടെ കൂടിയിട്ടുള്ള ടാരിഫ്സ്, അത് ഇന്ത്യൻ കയറ്റുമതിയെയും സാമ്പത്തിക വളർച്ചയെയും വലിയ തോതിൽ ബാധിക്കും. വലിയ തോതിലല്ലെങ്കിലും മിതമായെങ്കിലും ബാധിക്കും എന്നൊരു ഭയം ഉണ്ടായിരുന്നു ആ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ തന്നെ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് ഈ വർഷം ഫിനാൻഷ്യൽ ഇയർ 26 അവസാനിക്കുന്നു. 26 മാർച്ച് 31 7.3% ഉയരുമെന്നുള്ളതാണ് റിസർവ് ബാങ്കിന്റെ തന്നെ കാൽക്കുലേഷൻ. റിസർവ് ബാങ്കിന്റെ അവരുടെ ഗ്രോത്ത് എസ്റ്റിമേറ്റ്സ് റിവൈസ് ചെയ്ത് 7.3% ആക്കിയിട്ടുണ്ട്. അതേസമയത്ത് നമ്മുടെ പണപ്പെരുപ്പ നിരക്ക് വളരെ കുറവാണ്. ഈ വർഷത്തെ ശരാശരി പണപ്പെരുപ്പ നിരക്ക് എന്ന് പറയുന്നത് 2% വരുന്നു. കഴിഞ്ഞ മാസത്തിലെ CPI ഇൻഫ്ലേഷൻ 0.71% ആണ്. ആനുവലൈസ് ചെയ്യുമ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി 2% എന്ന് വരും. അതേപോലെ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെയൊക്കെ തന്നെ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, ഇതൊക്കെ തന്നെ നിയന്ത്രണത്തിലാണ്. അതൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ രൂപയിൽ ഉണ്ടായിട്ടുള്ള 5% വന്നിട്ടുള്ള രൂപയുടെ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു താഴ്ചയാണ്. സാധാരണ എക്സ്ചേഞ്ച് റേറ്റിൽ താഴ്ച ഉണ്ടാകുന്ന സമയത്ത് അതൊരു ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ ഉണ്ടാക്കും. കാരണം ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ ചെലവ് കൂടിയിട്ട് ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ എന്നാണ് പറയാ. പക്ഷെ ഇപ്പൊ അത് സംഭവിക്കുന്നില്ല. കാരണം ക്രൂഡ് ഓയിലിന്റെ വില വളരെ കുറവാണ്. $62 താഴെയാണ് ഒരു ബ്രെൻഡിന്റെ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില. മാത്രമല്ല നമ്മുടെ വിലക്കയറ്റം കുറവായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇൻഫ്ലേഷൻ ഒരു പ്രോബ്ലം അല്ല. അപ്പൊ മൊത്തത്തിൽ ഇന്ത്യൻ ഇക്കോണമി ഈസ് ഡൂയിങ് എക്സീഡിംഗ്ലി വെൽ. മാക്രോ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമി ഈസ് ഡൂയിങ് വെരി വെൽ. അതുമല്ല, ഇന്ത്യ ഇപ്പം നമ്മൾ 4ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ GDP-യിൽ ആയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സോ ഓൺ ദി ഇക്കണോമിക് ഫ്രണ്ട്, യെസ്, വി ആർ ഡൂയിങ് എക്സീഡിംഗ്ലി വെൽ. ഈ അനുകൂലമായ സാമ്പത്തിക അന്തരീക്ഷം സ്വർണത്തിന്റെ ഒരു മുന്നേറ്റത്തെ എങ്ങനെ സ്വാധീനിക്കും? വാസ്തവത്തിൽ സ്വർണത്തിന്റെ മുന്നേറ്റത്തിനെ സ്വാധീനിച്ച ഘടകം നമ്മുടെ സാമ്പത്തിക വളർച്ചയല്ല. ഓർക്കേണ്ടതായിട്ടുള്ള പ്രധാന കാരണം ഈ ഒരു സ്വർണ്ണവില വർധനവ് ആഗോള വർധനവാണ്, അല്ലാണ്ട് ഇന്ത്യയിലും മാത്രം ഉണ്ടായിട്ടുള്ളതല്ല. 2 കൊല്ലം മുമ്പുള്ള കാര്യം എടുക്കുകയാണെങ്കിൽ 2023 ഡിസംബർ മാസത്തില് ഒരു ട്രോയ് ഔൺസ് സ്വർണത്തിന് 31.1 ഗ്രാമാണ് ഒരു ട്രോയ് ഔൺസ്. ഒരു ട്രോയ് ഔൺസ് സ്വർണത്തിന്റെ വില $1,800 ആയിരുന്നു. അതാണ് ഇപ്പോൾ $4,400 വർദ്ധിച്ചത്. അതിനുള്ള പ്രധാന കാരണം അത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. പൊതുവെ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വിശകലനത്തിലൊക്കെ തന്നെ ആളുകൾ മറന്നു പോകുന്നൊരു പ്രധാനമായിട്ടുള്ള ഘടകമുണ്ട്.
സ്വർണത്തിന്റെ വിലയിൽ ഇത്രയും വലിയൊരു കുതിപ്പുണ്ടാവാനുള്ള കാരണം അന്തർദേശീയമായിട്ട് തന്നെ കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങാൻ തുടങ്ങി 2022 മുതൽക്ക്. സാധാരണ സ്വർണം വാങ്ങിക്കുന്നത് ഒന്ന് വിലക്കയറ്റത്തിന് ഒരു തടയായിട്ട് സ്വർണം വാങ്ങിക്കും, രണ്ട് അനിശ്ചിതത്വം ഉണ്ടാകുന്ന സമയത്ത് ഒരു സേഫ് ഹേവൻ ഡ്യൂറിങ് ടൈംസ് ഓഫ് അൺസർട്ടനിറ്റി, ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ. മൂന്നാമത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ സ്വർണ്ണാഭരണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും സ്വർണം ഇറക്കുമതി ചെയ്യും. നാലാമത്തെ ഘടകം കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കുന്നതാണ്. കേന്ദ്ര ബാങ്കുകളുടെ അവരുടെ റിസർവ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അമേരിക്കൻ കറൻസി ആയിട്ടുള്ള ഡോളർ, ആ ഡോളറിൽ ഡിനോമിനേറ്റ് ചെയ്ത US ബോണ്ട്സ്, US ട്രഷറി ബിൽസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അമേരിക്കൻ സർക്കാരിന്റെ കടപ്പത്രങ്ങളിലാണ് എല്ലാ രാജ്യങ്ങളും, ബാക്കി എല്ലാ രാജ്യങ്ങളും ചൈനയടക്കം, ചൈന, ഇന്ത്യ, ജപ്പാൻ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ റിസർവ്സ് വെക്കുന്നത് അമേരിക്കൻ സെൻട്രൽ ബാങ്കിലാണ്. ഇതാണ് കാര്യമായിട്ട് മാറ്റം ഉണ്ടായത്. അതിനുള്ള കാരണം 2022 ഫെബ്രുവരി മാസത്തിലാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചത്. റഷ്യ ഉക്രൈനെ ആക്രമിച്ച സമയത്ത് അമേരിക്ക ചെയ്തിട്ടുള്ള ഒരു കാര്യം, അത് തെറ്റായിട്ടുള്ള നടപടിയായിരുന്നു. റഷ്യയുടെ അമേരിക്കൻ ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള അമേരിക്കൻ ട്രഷറി ബിൽസിൽ ബോണ്ടിലുള്ള നിക്ഷേപം മുഴുവനും മരവിപ്പിച്ചു. റഷ്യ ചെയ്തത് ശരിയല്ല, ഉക്രൈനെ ആക്രമിച്ചത് ശരിയായ നടപടിയല്ല എന്നുള്ള കാര്യം നമുക്ക് പറയാം, അത് വേറൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായപ്പോൾ റഷ്യയുടെ എല്ലാ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഇൻ ഡോളർ ഡിനോമിനേറ്റ് ബോണ്ട്സ് അത് മുഴുവനും അമേരിക്ക മരവിപ്പിച്ചു. അത് അമേരിക്കൻ സർക്കാരിലെ ഈ ഒരു നടപടി കാരണം അമേരിക്കൻ ബോണ്ടുകളിലുള്ള, ഡോളർ ഡിനോമിനേറ്റഡ് ബോണ്ടുകളിലുള്ള ട്രസ്റ്റ്, ആ വിശ്വാസം നഷ്ടപ്പെട്ടു. അതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടായെന്ന് അറിയോ? 2021, അതായത് ഈ ഒരു റഷ്യൻ ഉക്രൈൻ അറ്റാക്കിന്റെ മുമ്പ് 2021 എല്ലാ കേന്ദ്ര ബാങ്കുകളിലും കൂടെ ഇമ്പോർട്ട് ചെയ്തിരുന്നത് 463 ടൺ സ്വർണ്ണമായിരുന്നു. അത് 2022 1083 ടൺ സ്വർണ്ണമായിട്ട് ഇരട്ടിയിലധികമായിട്ട് വർദ്ധിച്ചു. മോർ ദാൻ 1000 ടൺസ്. 22, 23, 24 ഒക്കെ തന്നെ 1000 ടണ്ണിന് മുകളിലായി. ഇതാണ് ആഗോളതലത്തിൽ തന്നെ സ്വർണ്ണ വിലയെ കുതിപ്പിച്ച പ്രധാനമായിട്ടുള്ള ഘടകം, അല്ലാതെ ഒരു പ്രത്യേക രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അല്ല. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഹരീഷ് എം വി, ഇന്ന് യുവതലമുറ ആഭരണങ്ങളായി സ്വർണം വാങ്ങാൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല. പകരം അവർ ഡിജിറ്റൽ ഗോൾഡ് ETF, സോവറിൻ ഗോൾഡ് ബോണ്ട് തുടങ്ങിയവയിലേക്കൊക്കെ മാറുകയാണ്. ഈ മാറ്റം സ്വർണത്തിൻ്റെ പരമ്പരാഗത വിപണിയെ ബാധിക്കുമോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ സ്വർണത്തിന്റെ നിക്ഷേപത്തിനെ ഉള്ള ഒരു കാഴ്ചപ്പാടിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിനൊരു അസറ്റ് ക്ലാസ് ആയിട്ടാണ് നമ്മളിന്ന് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരും അവരുടെ നിക്ഷേപത്തിന്റെ ഒരു ഭാഗം ഇന്ന് പ്രഷ്യസ് മെറ്റൽസിൽ കീപ്പ് ചെയ്യണം എന്നുള്ളതിൽ വരികയും അതിൽ നല്ല രീതിയിൽ തന്നെ റെഗുലേറ്റഡ് ആയിട്ട് ETF ഇൻവെസ്റ്റ്മെന്റ്സ് അവൈലബിൾ ആയി വരികയും ചെയ്തതോടെ യുവതലമുറയുടെ ഒരു വലിയ നിക്ഷേപം, നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ സ്വർണത്തിന്റെ ഈ വിലക്കയറ്റം ഉണ്ടായപ്പോൾ വന്ന ഒരു മേജർ ചേഞ്ച്, ആക്ച്വലി ജുവലറികളുടെ കച്ചവടം ഒരു 25% കുറയുകയാണ് ചെയ്തത് കഴിഞ്ഞ ഒരു 3 വർഷത്തെ ട്രെൻഡിൽ. അതേ സമയത്ത് ഗോൾഡ് ETF നിക്ഷേപം അറൗണ്ട് 100% ആയിട്ട് കൂടി. നമ്മളിപ്പോൾ 2000 ടണ്ണോളം നിക്ഷേപം ചെറുകിട നിക്ഷേപകരുടെ കയ്യിൽ നിന്ന് ഗോൾഡ് ETF വന്നു തുടങ്ങി. ഇതേ സമയത്ത് ഈ ഗോൾഡും നേരത്തെ താങ്കൾ സൂചിപ്പിച്ച സോവറിൻ ഗോൾഡ് ബോണ്ടും ഒക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷെ സോവറിൻ ഗോൾഡ് ബോണ്ട് ഇപ്പോൾ പുതുതായിട്ട് ഗവൺമെന്റ് ഇറക്കുന്നില്ല. കാരണം അതിൽ ഫിസിക്കൽ ഗോൾഡിന്റെ ബാക്കപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യയുടെ പുറത്തേക്കുള്ള പൈസയുടെ ഒഴുക്കിനെ തടയാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു നിക്ഷേപ മാർഗമായിരുന്നു. പക്ഷെ ഈവൻ സർക്കാർ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം ഗോൾഡ് പ്രൈസ് കയറുമെന്ന്. അത് എപ്പോഴാണോ RBI സോവറിൻ ബോണ്ടിന്റെ പുതിയതായിട്ടുള്ള അവൈലബിലിറ്റി നിർത്തിയത്, അത് ആക്ച്വലി നിക്ഷേപകർക്കുള്ളൊരു സൂചനയായിരുന്നു. കാരണം അതിനുശേഷമാണ് ഗോൾഡിന്റെ വളരെ കുതിച്ചുകയറ്റം ഉണ്ടായത്. നേരത്തെ വിജയകുമാർ സാറ് സൂചിപ്പിച്ച പോലെ ആഗോള തലത്തിലുണ്ടായ ഒരു ഡോളറൈസേഷൻ എന്ന് പറയാം. കാരണം ഡോളറിലായിരുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ അവരുടെ റിസർവ് കീപ്പ് ചെയ്തിരുന്നു. സെക്കൻഡ് യൂറോ ആയിരുന്നു, യൂറോ ബേസ്ഡ് അസറ്റ്സ് ആയിരുന്നു. ഇതിൽ നിന്നും റഷ്യ ഉക്രൈൻ വാറിന് ശേഷമുണ്ടായ ഒരു ആഗോളതലത്തിലുണ്ടായ ചില സാമ്പത്തിക ചേഞ്ചുകളുടെ
ഭാഗമായിട്ട് ഉണ്ടായ ഒരു മേജർ ഷിഫ്റ്റാണ്. അതിന് സംഭവിച്ചത് ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ 1000 ടണ്ണോളം നിക്ഷേപം വർഷം തോറും സെൻട്രൽ ബാങ്കുകൾ തന്നെ നടത്തുന്നു. ഇവിടെ വിൽപ്പന നടക്കുന്നില്ല, വാങ്ങൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഗോൾഡിന്റെ റിസർവ് പരിമിതമാണ്. അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഹ്യൂജ് മിസ്മാച്ച് ഇവിടെ വരുന്നുണ്ട്. ഒപ്പം തന്നെ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുണ്ടായ മെച്ചുവേർഡ് ആയിട്ടുള്ള അപ്രോച്ച്, കാരണം അവര് ഗോൾഡ് ETF വഴി ചെയ്തു തുടങ്ങി. ഇനി താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ ഗോൾഡിൽ RBI ഒരു ചെറിയ വാർണിംഗ് സിഗ്നൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതല്ല, അതിൽ നിക്ഷേപിക്കുന്നവർ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം അത് ഫിസിക്കൽ ഗോൾഡിന്റെ ബാക്കപ്പ് ഉണ്ടോ എന്നുള്ളതിന് നമുക്കൊരു വെരിഫിക്കേഷൻ ഇല്ല. അതായത് ഈ ഗോൾഡിൽ നിക്ഷേപിക്കുന്നത് സുരക്ഷിതമല്ല എന്നാണോ താങ്കൾ അഭിപ്രായപ്പെടുന്നത്? തീർച്ചയായിട്ടും. കാരണം ഈ ഗോൾഡ് ഒരു കൂടുതലും വാലറ്റ് വഴി നമുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിനൊരു ഡിമാറ്റ് അക്കൗണ്ട് ബാക്കപ്പോ അല്ലെങ്കിൽ അതിനൊരു ഇഷ്യൂവർ ബാക്കപ്പോ ഒരു ഓഡിറ്റിംഗ് ബാക്കപ്പോ ഇല്ല. അതേ സമയത്ത് ഗോൾഡ് ETF ആണെങ്കിൽ അതിൽ നിക്ഷേപിക്കുന്നവർക്ക് RBI ബാക്ക്ഡപ്പ് ആയിട്ടുള്ള ഒരു വാലറ്റിൽ ഇതിന്റെ മാനുഫാക്ചർഡ് ഗോൾഡ് കീപ്പ് ചെയ്യണം. അപ്പൊ ഇന്റർനാഷണൽ ഗോൾഡ് പ്രൈസസിലാണ് ETF-ന്റെ പ്രൈസസ് കീപ്പ് ചെയ്യുന്നത്. 1 കിലോയാണല്ലോ ഗോൾഡ് മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത്. അതിനെ മൈക്രോഗ്രാമിലായി ETF-കൾ തരികയും അതേ ETF ലണ്ടൻ ബുള്ളിയൻ പ്രൈസിന്റെ പ്രൈസസുമായിട്ട് ഡെയിലി മാച്ച് ചെയ്തിട്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത് വളരെ സുരക്ഷിതമായ ഒരു നിക്ഷേപ മാർഗമാണ്, ഓപ്പുലേറ്റഡുമാണ്. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ, സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിൽ നിൽക്കുമ്പോൾ സാധാരണക്കാർ സ്വർണം വാങ്ങുന്നത് കുറയ്ക്കുകയാണോ? വൻതോതിലുള്ള ഈ വിലവർധന സ്വർണ്ണ വ്യാപാര മേഖലയെ ബാധിച്ചിട്ടുണ്ടോ? ചോദ്യം പ്രസക്തം തന്നെയാണ്. കേൾക്കാം, പറഞ്ഞോളൂ. ചോദ്യം പ്രസക്തം തന്നെയാണ്. വില ഭയങ്കരമായി കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു ഇപ്പോൾ താൽക്കാലികമായ ഒരു തിരുത്തൽ വന്നിട്ടുണ്ട്. നമ്മുടെ 2025 അവസാനിക്കാൻ പോകുന്നു. നാളെ പുതുവത്സരമാണ്. സ്വർണത്തിൽ താൽക്കാലികമായ ഒരു തിരുത്തൽ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സ്വർണത്തെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായ കാര്യങ്ങളൊക്കെ ഇതിന് പോസിറ്റീവായി തന്നെ നിലനിൽക്കുകയാണ്. ഞാനതിന് പുറകോട്ടുള്ള ഒരു കണക്ക് വലുതായിട്ടൊന്നും എടുക്കുന്നില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ ഏതാണ്ട് 74% വർധനവാണ് സ്വർണത്തിൽ രേഖപ്പെടുന്നത്. കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലത്തെ ഒരു സ്വർണ്ണവില പരിശോധിച്ചാൽ ഏതാണ്ട് 300% വർധനവ് സ്വർണത്തിൽ രേഖപ്പെടുന്നത്. അപ്പോൾ താൽക്കാലികമായ ഒരു 1 ലക്ഷം രൂപയ്ക്ക് താഴെ വന്നു എന്നുള്ളതല്ലാതെ സ്വർണത്തിന്റെ വിലവർധനവ് തുടരാനുള്ള സാധ്യതകൾ തന്നെയാണ്, ആ സൂചനകൾ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. പ്രധാനമായും ഇതിനകത്ത് US സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് ഈ സ്വർണത്തെ കൂടുതലായി സ്വാധീനിക്കപ്പെടുന്നത്. അവിടുത്തെ സാമ്പത്തിക അരക്ഷിതാവസ്ഥ, സർക്കാർ ഓഫീസുകൾ തന്നെ പൂട്ടിയെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് തന്നെ ഏതാണ്ട് ജനുവരി 30 വരെ അതിന്റെ തടസ്സം നീങ്ങിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാന്നുള്ളതിനെ കുറിച്ച് തീരുമാനം വരാണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ US ഫെഡറൽ റിസർവിന്റെ പുതിയ ചെയർമാൻ വരാൻ പോകുന്നു. വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സ്വർണത്തിന് അനുകൂലം. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ ഇതുപോലുള്ള ചർച്ചകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ സ്വർണം ഒരു ഗ്ലോബൽ കറൻസിയായി മാറിയിട്ടുണ്ട്. ഈ ഡോളറിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഹാർഡ് കറൻസിയായി സ്വർണം മാറുന്നു. അതുകൊണ്ട് ഇതിന്റെ പ്രസക്തിയും വർദ്ധിക്കുന്നില്ല. വില വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ടെൻഷനുകളൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. നിലവിലുള്ള ഒരു ട്രെൻഡ് തുടരാനും സ്വർണ്ണവില വീണ്ടും വർദ്ധിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത്. 2026 ഒരു $1000 കൂടെ സ്വർണത്തിന് വില വർദ്ധിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ലാത്ത രീതിയിൽ വിൽക്കാൻ കഴിയാത്ത, വില പരിധി നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് സ്വർണ്ണവില മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പൊ നേരത്തെ ഇവിടെ ചോദിച്ചു സ്വർണത്തിന്റെ വാങ്ങൽ ശക്തി. ഒരു സ്വാഭാവികമായി ഒരു ഉൽപ്പന്നത്തിന് വില കൂടുമ്പോൾ
അതിന്റെ ഒരു ഉപഭോക്താക്കളുടെ പർച്ചേസ് പവറിൽ കുറവ് വരാനുള്ള സാധ്യതകളുണ്ട്. അത് തന്നെയാണ് സ്വർണത്തിൽ വന്നിട്ടുള്ളത്. പക്ഷെ ആൾക്കാരുടെ ഒരു പർച്ചേസ്, ഉപഭോക്താക്കളുടെ പർച്ചേസ് പവറിൽ ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സ്വർണത്തിന്റെ വാങ്ങൽ ഒരു തരത്തിലും കുറവ് വന്നിട്ടില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആഭരണമായിട്ട് അണിയുന്നതിന് മാത്രമല്ല, ഒരു അസറ്റ് ക്ലാസ് ആയി കാണുന്നു. ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഒരു സമ്പാദ്യമായി സ്വർണത്തെ കാണുന്നത് കൊണ്ട് സ്വർണം കൂടുതൽ വാങ്ങാൻ തന്നെയാണ് ജനങ്ങളുടെ താല്പര്യവും. അതിന്റെ അനുസരിച്ചാണ് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നത്. സ്വർണത്തിന്റെ വില ക്രമാതീതമായി വീണ്ടും വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സൂചനകൾ. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ VK വിജയകുമാർ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ 2006 അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുകയാണെങ്കിൽ നിക്ഷേപകർ സ്വർണത്തെ കൈവിടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ വന്നാൽ സ്വർണത്തിന്റെ ഒരു തിളക്കം നഷ്ടപ്പെടുമോ? അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ ക്വാർട്ടറിൽ 4.3% വർദ്ധിച്ചിരിക്കുന്നത്. പൊതുവേ ഈ വർഷത്തിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ഒരു കൺസേൺ, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായിട്ടുള്ള വളർച്ചയിൽ കുറവുണ്ടാവും, ചിലപ്പോൾ മാന്ദ്യത്തിലേക്ക് പോകും എന്നുള്ള ഒരു കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. അമേരിക്കൻ ഇക്കോണമി ഈസ് വെരി സ്ട്രോങ്, അൺലൈക്ക് മോസ്റ്റ് പീപ്പിൾ ബിലീവ്. 4.3% GDP ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസിൽ വേറെ എവിടെയില്ല. അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഉണ്ടാകുന്ന വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. GDP എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെയിൻലി 4 ഫാക്ടേഴ്സ്. ഒന്ന് കൺസംഷൻ ആണ്, രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, മൂന്നാമത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്, നാലാമത് നെറ്റ് എക്സ്പോർട്സ് ആണ്. ഇതിൽ ഇൻവെസ്റ്റ്മെന്റ്, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഒരിക്കലും മുമ്പ് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. സോ ദ അമേരിക്കൻ ഇക്കോണമി ഈസ് ഡൂയിങ് വെൽ. അതിന് വലിയ കാര്യമായിട്ടുള്ള പ്രോബ്ലം ഒന്നുമില്ല. ഡീഡോളറൈസേഷൻ ഒരു ട്രെൻഡാണെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ അടുത്ത 10 വർഷത്തേക്കും തന്നെ അമേരിക്കൻ ഡോളറിന് പകരമായിട്ടുള്ള വേറൊരു കറൻസിക്ക് യാതൊരു സാധ്യതയില്ല അടുത്ത 10 വർഷത്തേക്ക്. അത് കഴിഞ്ഞാൽ കുറച്ചൊരു ചാലഞ്ചസ് ഒക്കെ വരും. കാരണം ഇപ്പൊ ബ്രിക് കൺട്രീസ് എടുത്തോളൂ. ബ്രിക് കൺട്രീസിന്റെ കറൻസിയെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ തുടങ്ങിയിട്ട് കുറച്ചൊക്കെ ആയി. പക്ഷെ എങ്ങനെയാ ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു കാര്യത്തിൽ യോജിക്കുകയോ? പ്രത്യേകിച്ച് ഇക്കണോമിക് ഇഷ്യൂസിൽ ഒരിക്കലും ഉണ്ടാവില്ല. റഷ്യന്റെ ഒരു ഇന്റർനാഷണൽ ക്രെഡിബിലിറ്റി തന്നെ വളരെ കുറവാണ്. അപ്പൊ ഒരു ഓൾട്ടർനേറ്റ് ടു ദ ഡോളർ, ഇതൊരു യൂറോ വന്ന സമയത്ത് ഇത് ഇനി ഡോളറിന്റെ ഒരു അപ്രമാദിത്യമൊക്കെ കുറയുന്നു പറഞ്ഞതാണ്. അത് തീരെ ഉണ്ടായില്ല. അപ്പൊ ഡീ ഡോളറൈസേഷൻ ഒരു ട്രെൻഡാന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ബട്ട് ദർ ഈസ് നോ ത്രെറ്റ് ടു ദ US കറൻസി ഡോളർ ഫോർ ദ നെക്സ്റ്റ് 10 years. ഈ ഡോളറൈസേഷൻ ചെറിയ ട്രെൻഡ് ആയിരിക്കും എങ്കിലും, കാരണം അമേരിക്കൻ ഇക്കോണമി ഈസ് ദ ലാർജസ്റ്റ് ഇക്കോണമി ഇൻ ദ വേൾഡ്. $30 ട്രില്യൺ ആണ്. രണ്ടാമത് വരുന്ന ചൈന $19 ട്രില്യൺ ആണ്. പിന്നെ ജർമ്മനി 4ന്റെ മുകളിൽ, ഇപ്പൊ ഇന്ത്യ 4, ജപ്പാൻ 4. അങ്ങനെയാണ് ഇക്കോണമീസിന്റെ സ്ട്രെങ്ത്. അപ്പൊ ആ ഇക്കോണമി $30 ട്രില്യൺ. എന്തുകൊണ്ടാണ് ഇപ്പോഴും ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ, ചൈന അടക്കം, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഡോളറിൽ നിക്ഷേപിച്ചിരിക്കുന്നത്? ബിക്കോസ് അമേരിക്കൻ ഡോളർ ഡിനോമിനേറ്റഡ് ബോണ്ട്സ് ഈസ് ദ സേഫസ്റ്റ് അസറ്റ് ക്ലാസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിൽ പൊതുവെ പറയാ ദ സേഫസ്റ്റ് അസറ്റ് ക്ലാസ് ഇൻ ദ വേൾഡ് ഈസ് ഡോളർ ഡിനോമിനേറ്റഡ് ബോണ്ട്സ് ആണ്. ഇപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പണം അവിടെ ഇപ്പോഴും നിക്ഷേപിക്കപ്പെടുന്നതും കച്ചവടം ചെയ്യുന്നതും ഒക്കെ തന്നെ. നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടം, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ആവില്ല അത്. ബട്ട് ദാറ്റ് ഈസ് എ ഹാർഷ് റിയാലിറ്റി. സാധാരണഗതിയിൽ സാമ്പത്തികമായ ഒരു അസ്ഥിരത ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു സുരക്ഷിത നിക്ഷേപം എന്ന തരത്തിലാണ് ആളുകൾ സ്വർണത്തിലേക്ക് തിരിയുന്ന ഒരു പതിവ് കണ്ടുവരുന്നത്. അതെ, ആ ട്രെൻഡിന് ഒരു മാറ്റം വരത്തില്ലല്ലോ, വരാൻ സാധ്യതയില്ലല്ലോ. അല്ല, ആ ട്രെൻഡ് എന്ന് വെച്ചാൽ അതൊക്കെ ഓരോരോ കോണ്ടെക്സ്റ്റിലാണ്. ഞാൻ സ്വല്പം അതിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 1971 സ്വർണ്ണവിലയിലെ ഏറ്റവും വലിയ കുതിപ്പുണ്ടായത്. 71 $45 റോയ് ഔൺസിന്റെ വില. 71 അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ അമേരിക്കൻ ഡോളറിന്റെ കൺവേർട്ടബിലിറ്റി ടു അതർ കറൻസീസ്, അങ്ങനെ കൺവേർട്ടബിലിറ്റി ഡോളർ എപ്പോൾ വേണമെങ്കിൽ സ്വർണ്ണമായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ വെളിച്ചത്തിലാണ് ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസിന് ശേഷം, അതായത് IMFും വേൾഡ് ബാങ്കൊക്കെ നിലവിൽ വന്നപ്പോൾ അമേരിക്കൻ ഡോളറിന്റെ റിസർവ് കറൻസി ആയിട്ട് ലോകം തന്നെ അംഗീകരിച്ചു. അത് പക്ഷേ ആ ഒരു കൺവേർട്ടബിലിറ്റി എന്നുള്ള ഒരു ഉറപ്പ് പാലിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. കറണ്ട് റേറ്റിലൊക്കെ വലിയ കുതിപ്പുണ്ടായി, വലിയ വ്യാപനം ഉണ്ടായി. അതിനനുസരിച്ച് ഡോളർ അവൈലബിൾ ആവാനായി വന്നു. അതിനനുസരിച്ച് സ്വർണ്ണം അവൈലബിൾ ആവാണ്ട് വന്നു. അപ്പോൾ യൂണിലാറ്ററലി അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ പ്രഖ്യാപിച്ചു, വി ആർ വിഡ്രോയിങ് ഫ്രം ദി കൺവേർട്ടബിലിറ്റി ഓപ്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്തുണ്ടായെന്ന് അറിയോ? അടുത്ത 4 വർഷത്തില് ഈ $45 എന്നുള്ളത് $200 വർദ്ധിച്ചു. അതാണ് ഏറ്റവും വലിയ കുതിപ്പുണ്ടായത്.
പിന്നീട് കുറച്ചു കാലങ്ങളൊന്നും വലിയ വ്യത്യാസം ഉണ്ടായില്ല. പിന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങൾ പറഞ്ഞല്ലോ ജെയിംസ് ഇക്കോടെ, അത് 79 വലിയ ഒരു ജിയോ പൊളിറ്റിക്കൽ ഗ്ലോബൽ എന്ന് പറയാവുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടായത്. ഒന്ന്, ഇറാനിലെ പിന്നെ പ്രസിഡന്റ് ആയിരുന്ന ഷാ നിഷ്കാസിതനായി അധികാരത്തിൽ നിന്ന്. അയാത്തുള്ള ഖൊമേനി ഇസ്ലാമിക് റെവല്യൂഷൻ പൊട്ടിപ്പുറപ്പെട്ടു. അയാത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് റെവല്യൂഷൻ അവിടെ വന്നു. അപ്പോൾ ഈ ഒരു ഇസ്ലാമിക് റെവല്യൂഷൻ മിഡിൽ ഈസ്റ്റിൽ മുഴുവനും ബാധിക്കുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ടായി. ആ സമയത്താണ് ഫ്ലൈറ്റ് ടു സേഫ്റ്റി എന്നാണ് പറയാ, ഗോൾഡിലേക്ക് ഫ്ലൈറ്റ് ടു സേഫ്റ്റി, സേഫ് ഹേവൻ ഡ്യൂറിങ് ടൈംസ് ഓഫ് അൺസർട്ടനിറ്റി. അതിനോടൊപ്പം തന്നെ ആ ഒരു ക്രൈസിസിനോടൊപ്പം അമേരിക്ക പിന്നെ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു. അപ്പൊ കോൾഡ് വാർ അതിന്റെ ഉച്ചസ്ഥായിയിലായി. ഇതെല്ലാം കൂടെ കൂടിയിട്ട് $850 1980 ജാനുവരിയിൽ സ്വർണത്തിന്റെ വില, വലിയൊരു കുതിപ്പ്. പക്ഷെ പിന്നീട് ഉണ്ടായ കാര്യം എന്താ അറിയോ, പിന്നീടും ആഗോളതലത്തിൽ ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ടായി, യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എന്താ സംഭവിച്ചത്, അടുത്ത 20 വർഷത്തേക്ക് യു ഹാഡ് എ ബെയർ മാർക്കറ്റ് ഇൻ ഗോൾഡ്. 1980 ജാനുവരിയിൽ നിന്ന് $850 ഒരു ട്രോയ് ഔൺസ് ആയിരുന്ന വില 2000 ആയപ്പോഴേക്കും $250 ആയിട്ട് കുറഞ്ഞു. ഇത് പല ആളുകൾക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ അത് പ്രതിഫലിച്ചില്ല. കാരണം ഇന്ത്യയില് പിന്നെ ഗോൾഡ് വാസ് നോട്ട് അലൗഡ് ടു ബി ഇമ്പോർട്ടഡ്. നമ്മൾ സ്മഗിൾ ചെയ്ത് കൊണ്ടിരുന്ന സ്വർണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1990 ഗോൾഡ് കൺട്രോൾ ആക്ട് ഒക്കെ മാറ്റിയിട്ട് സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചത്. അപ്പൊ ഈ ഒരു ബെയർ മാർക്കറ്റ് ഇൻ ഗോൾഡ് ഇന്ത്യൻസ് ഡിഡ് നോട്ട് എക്സ്പീരിയൻസ്. അതിനുശേഷം ഇന്റർനാഷണൽ പ്രൈസ് ഒക്കെ തന്നെ ഡൊമസ്റ്റിക് പ്രൈസ് ഒക്കെ ആയിട്ട് കോറിലേറ്റഡ് ആയി. ഇപ്പോൾ ഇന്റർനാഷണൽ പ്രൈസ് മാറുന്നതനുസരിച്ച് നമ്മുടെ ഡൊമസ്റ്റിക് പ്രൈസസും മാറും ഓൾമോസ്റ്റ് ഡെയിലി. പിന്നെ കറൻസിയിൽ ഉണ്ടാകുന്ന ഡിപ്രീഷൻ കാരണം മാറും. അപ്പോ ഈ ഒരു 20 വർഷക്കാലത്തെ ബെയർ മാർക്കറ്റിന്റെ ആ കാലഘട്ടത്തിലും വലിയ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ ഉണ്ടായി. അപ്പൊ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് മാത്രമല്ല, ആ ഒരു കോണ്ടെക്സ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 2022 റഷ്യന്റെ ഉക്രൈൻ ആക്രമണം എന്ന് പറയുന്നത് ഗ്ലോബൽ സെൻട്രൽ ബാങ്കിന്റെ പോളിസി തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഒരു പക്ഷേ, ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന നമ്മൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ കുറെ സ്വർണം സൂക്ഷിച്ചിരുന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് ആ സ്വർണം ഇന്ത്യയിലേക്ക് കൊടുന്നു. അതൊരു വിഷയം പത്രങ്ങളിലൊക്കെ, ഒരു എക്കണോമിക് ടൈംസിലൊക്കെ തന്നെ ഹെഡ്ലൈൻ ന്യൂസ് ആയിരുന്നു. അതെന്താ കാരണം വെച്ചാൽ അമേരിക്ക ഇപ്പൊ ചെയ്ത പോലെ, റഷ്യയോട് ചെയ്ത പോലെ തന്നെ വേറെ ഏത് രാജ്യവും മറ്റു രാജ്യങ്ങളോട് ചെയ്യാം. അപ്പൊ ഇന്ത്യയുടെ സ്വർണ്ണം അവിടെ ഇരിക്കുന്നത് അത് റിസ്ക് അല്ലേ, അത് ഫിസിക്കലി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വെച്ച് കൊടുന്നു. അപ്പൊ ആ ഒരു ട്രസ്റ്റ് ഇൻ ദ US ഡോളർ ഡിനോമിനേറ്റഡ് ബോണ്ട്സ്, അതില് വലിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായ സമയത്താണ് ഈ സെൻട്രൽ ബാങ്ക്സ് കണ്ടമാനം കൂട്ടി വാങ്ങുന്നത്, വർദ്ധിപ്പിച്ചത്. അപ്പൊ ഇനിയും മാർക്കറ്റിൽ കറക്ഷൻസ് ഉണ്ടാവാം. എപ്പോ വേണമെങ്കിൽ സ്വർണ്ണമല്ല, ഏത് ആസ്തി ആയാലും വേണ്ടില്ല, വല്ലാണ്ട് കയറി പോയി കഴിഞ്ഞാൽ അതില് ഒരു പ്രൈസ് പ്രോഫിറ്റ് ബുക്കിംഗ് എന്നാണ് നമ്മൾ ഹരീഷ് നന്നായിട്ട് അറിയാം. പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഉണ്ടാവുക. ആ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. പക്ഷേ സ്വർണ്ണത്തിൽ പ്രത്യേകിച്ച് ആഭരണങ്ങളായി വെക്കുമ്പോൾ യു ഹാവ് എൻ ഇമോഷണൽ കണക്ട് ടു ദ ഓർണമെന്റ്സ്. അതുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് വിൽക്കില്ല. അതാണ് വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് അങ്ങനെ നടക്കില്ല. പക്ഷേ പല രാജ്യങ്ങളിലും സ്വർണ്ണത്തിൽ തന്നെ വിൽപ്പന നടന്നു വരാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ സെൻട്രൽ ബാങ്ക്സിന്റെ പോളിസിയെ കുറിച്ചിട്ട് കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയുന്നു. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഹരീഷ് MV, മറ്റ് നിക്ഷേപങ്ങളായ ഓഹരി വിപണിയുമായും റിയൽ എസ്റ്റേറ്റുമായും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ 2026 സ്വർണത്തിൽ നിന്ന് ഒരു മികച്ച ലാഭം പ്രതീക്ഷിക്കാമോ? അതായത് നമ്മളെപ്പോഴും ഒരു നിക്ഷേപക മാർഗമായി പറയുമ്പോൾ ഒരാളുടെ ടോട്ടൽ സമ്പാദ്യത്തിന്റെ 10-15% അല്ലെങ്കിൽ പ്രഷ്യസ് മെറ്റൽസിൽ, പ്രത്യേകിച്ചും ഗോൾഡിനെ പറ്റിയാണെന്ന് ചർച്ച ചെയ്യുന്നതെങ്കിലും ഗോൾഡിലുപരി കഴിഞ്ഞ വർഷം റിട്ടേൺ തന്നത് വെള്ളിയായിരുന്നു. കാരണം ഗോൾഡ് അറൗണ്ട് 76% ആനുവൽ റിട്ടേൺ വന്നപ്പോൾ അതിന്റെ ഇരട്ടിയോളം സിൽവറിൽ വന്നു. കാരണം സിൽവറിൽ ഗോൾഡിലുപരിയായിട്ട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനും കൂടെ ഉണ്ട്. അതേസമയത്ത് ഗോൾഡിന്റെ മാനുഫാക്ചറിങ് ഗോൾഡ്, അതായത് മൈനിങ് ഗോൾഡ്, നിങ്ങൾ ഗോൾഡ് മൈനുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ സിൽവർ മൈനുകൾ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അത് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് മൈനിങ് ചെയ്യപ്പെടുന്നത്. കോപ്പറും അപ്പൊ അതിന്റെ ആ ബൈ പ്രോഡക്ട്സിന്റെ പ്രൊഡക്ഷൻ ഏകദേശം 1 മില്യൺ മെട്രിക് ടണ്ണിൽ നിന്നും 80 ബില്യൺ ടൺസിലേക്ക് കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നിങ്ങൾ ചേർത്ത് വായിക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമികളായ ചൈനയും അമേരിക്കയും സിൽവറിനെ അതിന്റെ ക്രിട്ടിക്കൽ മിനറൽസിന്റെ ഭാഗമായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ സാറ് സൂചിപ്പിച്ച പോലെ ഏതൊരു വലിയ കയറ്റം ഉണ്ടായാലും അതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും.
പക്ഷേ സ്വർണത്തിന്റെ കേസിൽ ഇവിടെ എപ്പോഴാണോ ഒരു വലിയ വില മാറ്റം ഉണ്ടാകുന്നത്, സെൻട്രൽ ബാങ്കുകളുടെ പോളിസിയിൽ വരുന്ന ചേഞ്ചുകൾ ഉണ്ടായിരിക്കാം. കാരണം അവർ ഒന്നിച്ച ഒരു വിൽപ്പന ഉണ്ടായാൽ മാത്രമേ സ്വർണത്തിന്റെ വിലയിൽ ഒരു മാറ്റം കാതലായി ഉണ്ടാവുകയുള്ളൂ. ഇത് പല ബാങ്കുകളും ചെയ്യാത്തതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഈ ഗോൾഡ് പ്രൈസസിന്റെ താഴേക്കുള്ള മൂവ്മെന്റ് വലുതായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടില്ല. കാരണം ഇതൊരു ഇമ്പോർട്ടിംഗ് അസറ്റ് ആയതുകൊണ്ടും എന്ന് പറഞ്ഞാൽ ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ടും നമുക്ക് വന്ന നേട്ടം കൂടുതലും റുപ്പിയിൽ വന്ന ഡിപ്രീഷിയേഷൻ വഴി ഉണ്ടായിരുന്ന പ്രൈസ് ആയിരുന്നു. കാരണം 2005 ഏകദേശം 35 രൂപയായിരുന്നു ഒരു ഡോളറിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 90 മാറി. സോ അത്രത്തോളം പ്രൈസ് ചേഞ്ചസ് ഡോളർ ടു റുപ്പിയിലും ഇമ്പാക്ട് ചെയ്യപ്പെട്ടു. ഇതില് വേൾഡിലെ പല റിസർവ് ബാങ്കുകളും ഒരു 1990 മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ അവരുടെ സ്വർണ്ണ നിക്ഷേപം കുറച്ചു കൊണ്ടുവന്നു. അവർ പലരും സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി യൂറോപ്യൻ ബാങ്കുകൾ. അവർ യൂറോ യൂണിയൻ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഗോൾഡിന്റെ പ്രൈസിൽ ഉണ്ടായ കാതലായ ചേഞ്ച് ഈ ബാങ്കുകളുടെ നിക്ഷേപ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നും മാറി? ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ റിസർവ്, സർവ്വനേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാലത്ത് ലണ്ടനിൽ കൊണ്ടുപോയി പണയം വെച്ചിരുന്ന ഗോൾഡ് നമ്മൾ തിരിച്ചെടുത്ത് കൊണ്ടുവരികയും ഇന്ന് ഇവിടെ 880 മില്യൺ മെട്രിക് ടണ്ണിന്റെ ബാലൻസ് ഓഫ് അസറ്റ് നമ്മുടെ റിസർവ് ബാങ്കിന്റെ അസറ്റായിട്ട് തന്നെ അതുകൊണ്ട്. ഒപ്പം കേരളത്തിൽ നമ്മുടെ ഒരു പുരാതനമായ, കാരണം നമ്മുടെ ബ്രിട്ടീഷ് റൂൾ മുതൽ തന്നെ ഒരു അഗ്രേറിയൻ കമ്മ്യൂണിറ്റി, കാർഷിക വ്യവസ്ഥതയിൽ അടിസ്ഥാനമായ ഒരു ഇതിൽ നമ്മുടെ ഒരു കറൻസി ആയിട്ട് തന്നെ നമ്മൾ ഗോൾഡ് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് മലയാളികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 22 ക്യാരറ്റിലാണ്. വേൾഡില് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ 18 ക്യാരറ്റിലാണ് ആഭരണം മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത്. നമ്മൾ അതിൽ നിന്ന് മാക്സിമം മൂല്യം കിട്ടുക എന്നുള്ളതാണ്. കാരണം ഇതൊരു പണയം വയ്ക്കാൻ ഈസി ആയിട്ടുള്ള ഒരു ആസ്തിയായിട്ടാണ് നമ്മളത് കണ്ടിരുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് കൺവേർട്ടബിലിറ്റി കിട്ടും. അപ്പോൾ മാക്സിമം അതിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് സ്വർണത്തിന്റെ ഒരു വില കയറ്റമല്ല നമ്മളവിടെ നോക്കിയിരുന്നത്, ഇതിനെ ഒരു സുരക്ഷിത നിക്ഷേപ മാർഗമായി, ഇൻഫ്ലേഷൻ അഗൻസ്റ്റ് ആയിട്ടുള്ള ഹെഡ്ജായി, ഇത് മൂല്യം പോകാത്ത ഒരു അസറ്റായി നോക്കി. പക്ഷെ ഇന്ന് സെൻട്രൽ ബാങ്കുകൾ ഇതിലേക്ക് നിക്ഷേപകരായി വന്നതോടെയാണ് ഇന്റർനാഷണൽ പ്രൈസസിൽ കാതലായ ചേഞ്ച് ഉണ്ടായത്. ഇന്ന് $4,500 എന്നുള്ള ഒരു പ്രൈസിങ് ഔൺസിന് കവർ ചെയ്ത് നിൽക്കുന്നു. ഇത് മുന്നോട്ട് പോകുമ്പോൾ 5000, 5500 വരെ എത്താം എന്നുള്ള പ്രഡിക്ഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കിട്ടിയതുപോലെയുള്ള ഒരു കുതിച്ചുചാട്ടം സ്വർണത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. 10-15% മുന്നോട്ട് പോകാനുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല. പക്ഷേ ഗോൾഡിലുള്ള ഒരു റിസർവ് സെല്ലിങ് ഹ്യൂജ് ആയിട്ട് വരാനുള്ള സാധ്യത ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നില്ല. വ്യക്തമാണ്. അതുകൊണ്ട് ഒരു വലിയ കറക്ഷൻ ഗോൾഡിൽ ഉണ്ടാവാനുള്ള സാധ്യതയും ഇല്ല. ശരി, വ്യക്തമാണ്. അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ, പഴയ സ്വർണം വിൽക്കാൻ വരുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടോ? വിപണിയിൽ പുതിയ സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയുന്നുണ്ട് എന്നൊരു വാർത്ത കണ്ടിരുന്നു. പഴയ സ്വർണം ഏത് വിലയ്ക്കും എപ്പോഴും വിൽക്കുന്നുണ്ട്. അത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ജനത്തിന്റെ ആവശ്യം വരുമ്പോൾ അത് സ്വാഭാവികമായി പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കമ്മോഡിറ്റി സ്വർണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്വർണത്തിന്റെ ഏത് വിലയ്ക്കും സ്വർണ്ണ മാർക്കറ്റിൽ പഴയ സ്വർണങ്ങൾ വരുന്നത്. അത് ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണാഭരണത്തോളം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഉപഭോക്താക്കൾ കൂടുതലായി നമുക്കറിയാവുന്ന കാര്യമാണ്. സ്വർണം വാങ്ങുന്നതിന്റെ 60% എക്സ്ചേഞ്ച് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ സ്വർണം എടുത്തുനിന്ന് പുതിയ ഫാഷനുകളിലേക്ക് മാറ്റുന്ന ഒരു പ്രവണത തുടർന്ന് തന്നെ വരികയാണ്. 1990-കളോടടുത്താണ് നമ്മുടെ സ്വർണത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും കേന്ദ്ര സർക്കാർ എടുത്തു കളയുന്നത്. അതിനുശേഷമാണ് ഇന്ന് ഈ കാണുന്ന 12,000-ഓളം സ്വർണ്ണ വ്യാപാരികളുടെ ഒരു കടന്നുകയറ്റവും അവര് ഈ സ്വർണ്ണ വ്യാപാര മേഖലയിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലത്തുണ്ടാക്കിയ ഒരു വലിയ മാറ്റവുമാണ് ഇന്നും തുടർന്ന് മുന്നോട്ട് പോകുന്നത്. ഇന്ന് 25 വർഷം കഴിയുകയാണ് സ്വർണത്തിന്റെ ഒരു പുതിയ സംസ്കാരം, വ്യാപാര സംസ്കാരം കേരളത്തിൽ വന്നു. അത് ഇനി അടുത്ത ഒരു 25 വർഷത്തിലേക്ക് സ്വർണത്തിന്റെ മാറ്റം വളരെ വലുതായിട്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിന്റെ ഈ 1900 കഴിഞ്ഞ് 2000-ന്റെ മധ്യത്തോടു കൂടിയാണ്
സ്വർണത്തിന്റെ പരിശുദ്ധി തന്നെ ഇവിടെ മാറ്റം ഉണ്ടാകും. നേരത്തെ 22/21 കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാഡ്മിയം ആഭരണം വെച്ച് സ്പോട്ട് ചെയ്ത ആഭരണങ്ങളൊക്കെയാണ് ഇവിടെ വിറ്റുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടായി 916 പരിശുദ്ധിയിലേക്ക് എത്തുകയും 2016 ഹാൾമാർക്കിംഗ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഹാൾമാർക്കിംഗ് പരിശുദ്ധി രേഖപ്പെടുത്തി അത് മാൻഡേറ്ററി ആക്കി നിർബന്ധമാക്കി മുന്നോട്ട് നീങ്ങുന്ന ഒരു വലിയ വിപ്ലവകരമായ മാറ്റം സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഉണ്ടായി. ഇന്നിപ്പോൾ കേരളമാണ് ഇന്ത്യയിൽ തന്നെ സമ്പൂർണ്ണ ഹാൾമാർക്കിംഗ് മുദ്ര പതിച്ച് വിൽക്കപ്പെടുന്ന ഏക സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ 14 ജില്ലകളിലും ഹാൾമാർക്കിംഗ് സെന്ററുകളുണ്ട്. 12,000-ഓളം ജ്വല്ലറികളിൽ ഏതാണ്ട് 99.5% ആൾക്കാരും ഹാൾമാർക്കിംഗിന്റെ ലൈസൻസ് എടുത്തുകൊണ്ടാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ട് പലരും. ഇത് റിസർവ് ബാങ്കിന്റെ പുതിയ നിയമങ്ങൾ വരുമ്പോൾ ഹാൾമാർക്കിംഗ് സംവിധാനത്തിൽ ഏതെല്ലാം കാരറ്റുകളിൽ സ്വർണം മുദ്ര ചെയ്യപ്പെടുന്നോ അതേ ആ ആഭരണങ്ങളെല്ലാം തന്നെ ബാങ്കുകളിൽ പ്ലഡ്ജ് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വരുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. സിൽവറിനും ഹാൾമാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷത്തേക്കൊക്കെ സ്വർണത്തിന്റെ ഇതുപോലെ 74% വില വർദ്ധിച്ചെങ്കിൽ വെള്ളിയിൽ ഏതാണ്ട് 100% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പഴയ സ്വർണത്തിന്റെ ഒരു വിൽപ്പന എന്ന് പറയുന്നത് എല്ലാ കാലത്തും കൊണ്ട് അത് എക്സ്ചേഞ്ചായി വാങ്ങിക്കുന്നതിനും ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഒക്കെ സ്വർണം വിൽപ്പന നടത്തി തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഹാൾമാർക്കിങ്ങും മറ്റ് കർശന നിയമങ്ങളും വന്നതോടെ സ്വർണ്ണ വിപണിയിൽ സുതാര്യത കൂടിയിട്ടുണ്ട്. എങ്കിലും ഈ സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത വിധം വില ഉയരുന്നത് ജുവലറി ബിസിനസിന്റെ ഭാവിക്ക് ഭീഷണിയാണോ? എന്ത് ഭീഷണി വരാൻ? ആൾക്കാരുടെ ഒരു 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 പർച്ചേസ് പവറിന്റെ ഒരു കുറവ് വരുന്നു എന്നുള്ളതല്ലാതെ സ്വർണത്തിന്റെ ഒരു വാങ്ങലുകളോ അല്ലെങ്കിൽ ക്രയവിക്രയങ്ങളോ ഒന്നും ഒരു രീതിയിലും കുറവ് വന്നിട്ടില്ല. അത് മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. സ്വാഭാവികമായി 1 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ട്. പക്ഷെ വിവാഹ മാർക്കറ്റിൽ സ്വർണം ഇല്ലാതെ ഒരു വിവാഹവും കേരളത്തിൽ നടക്കുന്നില്ല. തന്റെ ഒരു ദിവസം കൊണ്ട് വാങ്ങിക്കുന്നതല്ല സ്വർണം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ ജനിക്കുന്ന അന്ന് മുതൽ സ്വർണം വാങ്ങാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. ആ സ്വർണത്തിന് വേണ്ടി പൈസ സ്വരൂപിച്ചിട്ടാണ് വിവാഹം നടക്കുന്നത്. 10-25 വയസ്സാകുമ്പോൾ കുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ ഒരു 10-20 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് സ്വർണം വാങ്ങിയത്. അപ്പൊ ആ സ്വർണം എന്ന് പറയുമ്പോൾ അത് സ്വർണം കൊടുത്ത് വിവാഹം നടത്തിയെങ്കിൽ മാത്രമേ, ഗിഫ്റ്റായി സ്വർണം കൊടുത്ത് വിവാഹം നടത്തിയെങ്കിൽ മാത്രമേ ആ സ്വർണം കൊണ്ട് പിന്നീട് ഈ കുട്ടികൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ആ കൺസെപ്റ്റിന് യാതൊരു മാറ്റവും കേരളത്തിൽ വരാനുള്ള സാധ്യതകൾ കുറവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുള്ളതാണ്, 2000 ടൺ സ്വർണം കേരളത്തിലെ ജനങ്ങളുടെ കൈവശമുണ്ട്. കേരളത്തിലെ സ്വർണ്ണ വ്യാപാര മേഖലയിലുള്ള ജ്വല്ലറികളിൽ മാത്രമല്ല ഈ വിലക്കയറ്റം ഉണ്ടാകുന്നത്. ജനങ്ങളുടെ കൈവശമുള്ള സ്വർണത്തിനും ഇതേ വില തന്നെയാണ്, ഈ വില വ്യത്യാസം തന്നെ വരുന്നുണ്ട്. ഇത് വളരെ സ്വാഭാവികമായി നമ്മുടെ സമൂഹം വളരെ ചെറിയൊരു സംസ്ഥാനം എന്നൊക്കെ പറയുന്ന ഒരു രാജ്യത്ത് ഏറ്റവും വലിയ സ്വർണം സമ്പാദ്യമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് സ്വർണത്തിന്റെ വാങ്ങൽ ശക്തിയിലോ അല്ലെങ്കിൽ ക്രയവിക്രയങ്ങളിലോ ഒരു കുറവ് വരുന്നില്ല. സ്വർണ്ണ വ്യാപാര മേഖലയിലൊക്കെ ആവശ്യത്തിന് സെയിലുമുണ്ട് ഈ വിലയാണെങ്കിൽ പോലും. ശരി, വ്യക്തമാണ്. ഡോക്ടർ വിജയകുമാർ, ശ്രീ അബ്ദുൽ നാസർ സൂചിപ്പിച്ചതുപോലെ വെള്ളിയുടെ വിലയിൽ അപ്രതീക്ഷിതമായൊരു കുതിപ്പുണ്ടായിരുന്നു. നമ്മൾ സ്വർണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഇന്നൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും വെള്ളിയുടെ ഈ കുതിപ്പ് തുടരാനുള്ള സാധ്യതയാണോ ഉള്ളത്? ഈ സ്വർണ്ണമായാലും വെള്ളി ആയാലും പ്ലാറ്റിനം ആയാലും അതിൻ്റെ വില, ഭാവിയിലെ വില എന്തായിരിക്കും, അല്ലെങ്കിൽ 2026 വില എന്തായിരിക്കും എന്നുള്ള പ്രവചനം ഒരിക്കലും എളുപ്പമായിട്ടുള്ള സംഗതിയല്ല. പ്രവചനങ്ങളൊക്കെ പാളിപ്പോവാം. കാരണം പല സാഹചര്യങ്ങളും പിന്നെ ഈ ഒരു സെൻട്രൽ ബാങ്കിന്റെ പോളിസികളിൽ നിന്ന് മാറ്റം വരാം. ഇവിടെ ഹരീഷ് സൂചിപ്പിക്കേണ്ടായി, 1990 മുതൽക്ക് 2000 വരെയുള്ള പീരീഡിൽ കേന്ദ്ര ബാങ്കുകളിൽ സ്വർണം വിൽക്കുകയായിരുന്നു. ആ സെൻട്രൽ ബാങ്കിന്റെ പോളിസി ഓഫ് സെല്ലിംഗ് ഗോൾഡ്, അതാണ് ഈ $850 എത്തിയിട്ടുള്ള സ്വർണത്തിനെ $200 എത്തിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ പൊതുവേ നമുക്കുള്ള ധാരണയുള്ളത് സ്ഥിരമായിട്ട് ഇന്റർനാഷണലി
സ്വർണം ഒരു അസറ്റ് ക്ലാസ് ആയിരുന്നില്ല. അടുത്ത കാലം വരെ ഇപ്പോഴും അത് കാര്യമായിട്ട് ആയിട്ടില്ല. ഇന്റർനാഷണലി ഗോൾഡ് ഇസ് നോട്ട് റിഗാർഡഡ് എസ് എ സേഫ് ഒരു അസറ്റ് ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. കാരണം അതിനേക്കാളും ഹയർ റിട്ടേൺസ് നൽകിയിട്ടുള്ള മറ്റ് അസറ്റ്സ് ആണ്, പ്രത്യേകിച്ച് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇക്വിറ്റിയാണ്. ഇപ്പൊ ഇന്ത്യയിൽ നമ്മളിവിടെ ഈ ഒരു നിക്ഷേപ മാർഗം എന്ന് പറഞ്ഞല്ലോ, അതും ശ്രീ ഹരീഷ് പറയുണ്ടായി തുടക്കത്തിൽ തന്നെ. ഒരു ഐഡിയൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു മൾട്ടി അസറ്റ് സ്ട്രാറ്റജി ആയിരിക്കണം എന്നാ പറയാ. വ്യത്യസ്തമായിട്ടുള്ള ആസ്തികൾ, അതിൽ ഇക്വിറ്റി, പിന്നെ കടപ്പത്രങ്ങൾ, ബോണ്ട്, ഫിക്സ്ഡ് ഇൻകം, പിന്നെ സ്വർണം. ആ സ്വർണത്തിൽ നിന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു 10-15%, അല്ലാണ്ട് 25, 30, 40, 50% ഒന്നും ഒരിക്കലും സ്വർണത്തിൽ നിക്ഷേപം പറയില്ല. കാരണം അത് പ്രൈസ് കറക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതേ തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. മാത്രമല്ല നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ പറയാം. 1980 1 ഗ്രാം സ്വർണത്തിന്റെ വില 130 രൂപയായിരുന്നു, 1 ഗ്രാമിന്റെ. അപ്പൊ 100 രൂപയ്ക്ക് ഏകദേശം 3/4 ഗ്രാം സ്വർണ്ണമാണ് കിട്ടുക. അപ്പൊ 100 രൂപ 1980 ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, 100 രൂപയ്ക്ക് സ്വർണം വാങ്ങി, 100 രൂപ BSE സെൻസെക്സ് എന്ന് പറയുന്ന സെൻസെക്സ് ഇൻഡെക്സ് ഉണ്ടല്ലോ, അതിൽ നിക്ഷേപിച്ചു എന്ന് കരുതുക. BSE സെൻസെക്സിന്റെ അടിസ്ഥാന വർഷം 1979-80 ആണ്. അപ്പൊ 100 രൂപയ്ക്ക് BSE സെൻസെക്സ് സ്റ്റോക്സ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. അന്ന് ഇൻഡെക്സ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഇപ്പൊ ഇൻഡെക്സ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. 100 രൂപയ്ക്ക് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു, 100 രൂപയ്ക്ക് സ്വർണം വാങ്ങി. ഇന്നത്തെ ഈ സ്വർണത്തിന്റെ ഈ ഒരു തിളക്കൊക്കെയുള്ള അവസ്ഥ എടുത്തിട്ടും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റിട്ടേൺ എത്ര അറിയോ? 100 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് 2820 രൂപകളായിട്ടുണ്ടാവും, വിത്ത് ആവറേജ് 7.2% ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്. 100 രൂപയുടെ സ്വർണത്തിലുള്ള നിക്ഷേപം 9000-ന് മുകളിലായിട്ടുണ്ട്. 100 രൂപ സെൻസെക്സിൽ ഇട്ടിരുന്നെങ്കിലോ ഇന്നത്തെ മൂല്യം 86,000 ആണ്, 86,000. കാരണം സെൻസെക്സ് ഈസ് അറ്റ് 86,000 now. So equity has hugely outperformed gold if you take the last 45 years. അതുകൊണ്ടാണ് ഒരു മൾട്ടി അസറ്റ് സ്ട്രാറ്റജിയാണ് വേണ്ടത്. അതിൽ എപ്പോഴും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് ഇക്വിറ്റിക്കാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ ത്വരിതഗതിയിൽ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന രാജ്യത്തിൽ ഇക്വിറ്റി വിൽ ഔട്ട് പെർഫോം അതർ അസറ്റ് ക്ലാസസ് ഇൻക്ലൂഡിങ് ഗോൾഡ് ഇൻ ദ ലോങ് റൺ. പക്ഷേ ഷോർട്ട് പീരീഡിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പിന്നെ വെള്ളിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് വെള്ളിക്ക് സ്വർണ്ണത്തിനെ പോലെയല്ല ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇന്നിപ്പോൾ ഇലക്ട്രോണിക് പിന്നെ ഉപകരണങ്ങളിൽ നിന്ന് മൊബൈൽ ഫോൺ ഉദാഹരണത്തിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഉൽപാദനത്തിൽ വെള്ളിൻ്റെ ചെറിയ തോതിലുള്ള ഒരു മാനുഫാക്ചറിങ്ങിന് അത് ഉപയോഗിക്കുന്നുണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നിപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് 2035 ആകുമ്പോഴേക്കും യൂറോ സോണിൽ മൊത്തത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിരിക്കണം എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉള്ള ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ് എല്ലാം തന്നെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കും. സോ വാട്ട് വി ആർ ഗോയിങ് ടു വിറ്റ്നസ് ഇൻ ദ നെക്സ്റ്റ് 10 years or so will be an explosive growth in the demand for electric vehicles. ഇലക്ട്രിക് വെഹിക്കിൾസിലും ഈ സിൽവറിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന് ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് സിൽവറിന്റെ പെർഫോമൻസ്. സിൽവർ മാത്രമല്ല, പ്ലാറ്റിനവും കഴിഞ്ഞ വർഷം ഔട്ട് പെർഫോംഡ് ഗോൾഡിനേക്കാളും മികച്ച റിട്ടേൺ പ്ലാറ്റിനത്തിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കമോഡിറ്റീസിൽ പൊതുവെ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. കമോഡിറ്റി ബൂമിന്റെ ഒരു കാലമാണ് എന്നുള്ള കാര്യം പറയണം. പക്ഷേ 2026 അവസാനമാകുമ്പോഴേക്കും സ്വർണത്തിന്റെ വില എത്രയായിരിക്കും എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് പ്രവചനത്തിന് മുതിരില്ല. ഇറ്റ് വിൽ ബി ഹ്യൂജ്ലി വോളറ്റൈൽ, വലിയ വോളറ്റിലിറ്റി ഉണ്ടാവും, കറക്ഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷേ ഒരു ക്രാഷ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം വീണ്ടും ഒരു വലിയൊരു നല്ലൊരു 10%, 15% ഒരു ക്രാഷ് ഉണ്ടാവുക വെച്ചാൽ അഗൈൻ സെൻട്രൽ ബാങ്ക്സ് വിൽ ഇന്റർവീൻ ആൻഡ് സ്റ്റാർട്ട് ബൈയിങ്. So I expect a correction at any point of time in 2026, but not a crash in the price. ഡോക്ടർ വിജയകുമാർ, താങ്കൾ പറഞ്ഞതുപോലെ ഈ ലോകത്തെ വിവിധ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാരിക്കൂട്ടുന്നത് നിർത്തുകയാണെങ്കിൽ ആഗോള വിപണിയിൽ സ്വർണ്ണവില കുത്തനെ ഇടിയില്ലേ? ആ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് പെട്ടെന്നുള്ള എൻ്റെ സാധ്യതയില്ല. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻസി എന്നൊക്കെ പോകുന്ന സിറ്റുവേഷൻ, അദ്ദേഹം ഇനി 3 വർഷം ഉണ്ടാവുമല്ലോ. സോ ലോങ് ആസ് ഹീ ഈസ് ദ പ്രസിഡന്റ് ഓഫ് ദ US, ദർ വിൽ ബി അൺസർട്ടനിറ്റി. അദ്ദേഹം വളരെ നോർമലായിട്ടുള്ള ഒരാളല്ല, വളരെ ഒരു മെർക്കൂറിയൽ പേഴ്സണാലിറ്റിയാണ്. പക്ഷേ സെൻട്രൽ ബാങ്ക് അമേരിക്കൻ ഡോളറിലുള്ള ആ ഒരു ട്രസ്റ്റ് വീണ്ടും ഉയർന്നു വന്നിട്ട് ഈ തരത്തിലുള്ള പോളിസിയൊക്കെ തന്നെ അമേരിക്ക ഈ ഒരു മറ്റ് രാജ്യങ്ങളുടെ അമേരിക്കൻ ഡോളറിലെ റിസർവ് ഒക്കെ തന്നെ മരവിപ്പിക്കുക എന്നതായിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെൻട്രൽ ബാങ്ക് ഇങ്ങനെ അഗ്രസീവായിട്ട് വാങ്ങുന്നത്. ഇപ്പം അടുത്ത ദിവസം തന്നെ കുറച്ച് അസർബൈജാനിലാണ് തോന്നുന്നു, ഐ എം
നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. സെൻട്രൽ ബാങ്ക് തന്നെ സ്വർണം കുറച്ച് വിറ്റു. കാരണം വല്ലാണ്ടൊരു വില വർധനവ് ഉണ്ടാവുമ്പോൾ ചെറിയൊരു ഷോർട്ട് പീരീഡ് 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു 100% കൂടുതൽ വർധനവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വെരി ഗുഡ് പ്രോഫിറ്റ്സ്. അപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും, സെൻട്രൽ ബാങ്കിനും പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാം. അപ്പോൾ സെൻട്രൽ ബാങ്കിന്റെ പോളിസിയിൽ വലിയൊരു മാറ്റം, അതിനൊരു യു ടേൺ ഇൻ സെൻട്രൽ ബാങ്ക് പോളിസി അത് ഇപ്പോൾ പെട്ടെന്ന് സാധ്യത കാണുന്നില്ല. അതുകൊണ്ടാണ് വില കുറയുന്ന സമയത്ത്, ഒരു കറക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് സെൻട്രൽ ബാങ്ക്സ് വീണ്ടും വാങ്ങാനാണ് സാധ്യത എന്ന് പറയുന്നത്. ശരി, വ്യക്തമാണ്. ശ്രീ ഹരീഷ് എം വി, സ്വർണത്തിന് പകരമായി ബിറ്റ് കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികളെ ഡിജിറ്റൽ ഗോൾഡായി പലരും കാണുന്നുണ്ട്. ഇത് സ്വർണത്തിന്റെ നിക്ഷേപ മൂല്യത്തെ ബാധിക്കുമോ? ഇല്ല, ഞാൻ അതിനെപ്പറ്റി കമന്റ് ചെയ്യുന്നില്ല. കാരണം അതൊരു സ്പെക്കുലേറ്റീവ് അസറ്റാണ് ഇന്ന് വരെ. കാരണം ഇത് വേൾഡ് വൈഡായിട്ട് റെഗുലേറ്റഡ് അല്ല. പക്ഷേ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വഴി ക്രിപ്റ്റോസ് വലുതായിട്ട് മുന്നോട്ട് പോവുകയും, പക്ഷെ ഒരു വ്യവസ്ഥാപിത രാജ്യവും ഒരു ട്രേഡിന് വേണ്ടി ഇതുവരെ ബിറ്റ് കോയിൻസ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതങ്ങനെ ഒരു പോളിസി ചേഞ്ചസ് വരാത്തിടത്തോളം കാലം നമുക്ക് ബിറ്റ് കോയിനെ ഒരു നിക്ഷേപ മാർഗമായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം അതിൽ സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ധാരാളം വരുന്നുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ അസറ്റ്സ് എന്നുള്ള രീതിയിൽ രാജ്യങ്ങൾ അതിനെ ടാക്സേഷൻ സൈഡിലൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ഒരു സ്വർണത്തിന് പകരമായിട്ടുള്ള ഒരു നിക്ഷേപ മാർഗമായിട്ട് മാറാനും തുലോം സാധ്യതയുണ്ട് ഇല്ല. കാരണം അത് അത്രത്തോളം ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. പക്ഷെ അതേസമയത്ത് ഇന്ന് സ്വർണത്തിന്റെ കൺസംഷനിൽ ഇന്ത്യയെക്കാളും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ചൈനയാണ്. ഒരു കാലത്ത് ഇന്ത്യ ആയിരുന്നു വേൾഡിലെ ഏറ്റവും വലിയ കൺസ്യൂമർ. കാരണം അവിടെ വിജയകുമാർ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ചൈനയുടെ പോളിസിയിലും ഒരു കാതലായ ചേഞ്ച് വന്നു. അവർ കൺസംഷൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു തുടങ്ങി. നേരത്തെ റിയൽ എസ്റ്റേറ്റിലും ഇതിലും മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇന്ന് ദേ ആർ ഫോക്കസിങ് ഓൺ ദി ഇൻവെസ്റ്റ്മെന്റ്സ് ഫ്രം ദ പേഴ്സണൽ സൈഡ്. കാരണം ഇന്ത്യയുടെ GDP-യുടെ ഇന്ന് 50% ഗ്രോത്തും കൺസംഷനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ കൺസംഷൻ ഈസ് ഓൾസോ റണ്ണിങ് അവർ ഇക്വിറ്റി മാർക്കറ്റിനെ ഹെവി വേ. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓഹരി നിക്ഷേപങ്ങളിലേക്ക് ഇന്ന് ധാരാളം ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഓഹരി നിക്ഷേപത്തിന്റെ ഒരു പാർട്ടായിട്ടാണ് ഇന്ന് ETF ഗോൾഡിലും സിൽവറിലുമുള്ള നിക്ഷേപങ്ങൾ ഇന്ന് നടക്കുന്നത്. കാരണം പുതിയ തലമുറയുടെ കൺസംഷൻസിൽ ചേഞ്ചസ് ഉണ്ട്. ഒപ്പം നമ്മൾ വേറൊരു കാര്യം നോക്കേണ്ടത്, ഈ ഗോൾഡിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഇത് സെൻട്രൽ ബാങ്കുകളെല്ലാം വാങ്ങിച്ചു. കാരണം ഇതിൽ നിന്ന് വേറെ ഒരു റിട്ടേൺ കിട്ടുന്നില്ല. ഇറ്റ് ഈസ് സിറ്റിംഗ് പ്രെറ്റി. അപ്പോൾ അതിനുള്ള വാല്യൂ നമ്മളൊരു നിക്ഷേപം വിശ്വാസത്തിന്റെ പുറത്താണ് കയറുന്നത്. ശരി, വ്യക്തമാണ്. വിശ്വാസം നന്നായിരിക്കുന്നിടത്തോളം കാലം. അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ, സ്വർണത്തെ ഒരു നിക്ഷേപമായി മലയാളി കാണാൻ തുടങ്ങിയിട്ട് അധിക കാലമായില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടുകയാണോ, നിക്ഷേപമായാണോ മലയാളി സ്വർണത്തെ കാണുന്നത്? ആഭരണമായി അണിയുന്നതിന് മാത്രമല്ല, നിക്ഷേപമായി കൂടി സ്വർണത്തെ കാണുകയാണ് മലയാളികൾ. കാര്യം ഇത്രമാത്രം വിലവർധന ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും മലയാളികൾക്കില്ലായിരുന്നു ആദ്യം. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്വർണ്ണവില ഒരു പവന് 5000 രൂപയ്ക്കും 40,000 രൂപയ്ക്കും ഇടയിലാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ സ്വർണം വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. അതിനുശേഷം ആണ് ഒരു ചെറിയ പർച്ചേസ് പവറിൽ ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞു നിന്ന സാഹചര്യത്തിൽ ഒരുപാട് സ്വർണം മലയാളികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. വാങ്ങിക്കൂട്ടിയത് ആണ് ഇപ്പോൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഉള്ള സ്വർണത്തിന്റെ നിക്ഷേപമായി നിലനിൽക്കുന്നത്. അതിനൊക്കെയാണ് ഇപ്പോൾ കാര്യം. തലമുറകളായി വാങ്ങിക്കൂട്ടിയ സ്വർണങ്ങൾ, അതുപോലെയുള്ള മറ്റ് മാർഗങ്ങളിലൂടെ ഒക്കെ വന്നിട്ടുള്ള സ്വർണങ്ങളാണ് ഇപ്പോഴും മലയാളികളുടെ കുടുംബങ്ങളിലുള്ളത്. സ്വർണത്തിന്റെ വാങ്ങൽ ശക്തി എനിക്ക് തോന്നുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം സ്വർണമാണ്. അതുകൊണ്ട് സ്വർണം വാങ്ങിക്കുന്ന ഒരു ത്വര ഒരിക്കലും കുറയത്തില്ല. സ്വർണം വാങ്ങാനുള്ള എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും സ്വർണം വാങ്ങിക്കുക തന്നെ ചെയ്യും. ആ സ്വർണത്തിന്റെ വിലവർധനവും കൂടുക തന്നെ ചെയ്യും. ഇവിടെയാണ് നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്നത് വെറും ഒരു നിക്ഷേപം മാത്രമല്ല, അതൊരു വൈകാരിക ഇൻഷുറൻസ് കൂടിയാണ്. എങ്കിലും 2026 നോക്കുമ്പോൾ സ്വർണം വാങ്ങുന്നവർക്കും നിക്ഷേപിക്കുന്നവർക്കും പഴയതുപോലെ
കണ്ണും പൂട്ടി പണം മുടക്കാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പാണ് ഈ ചർച്ച നൽകുന്നത്. ഡിജിറ്റൽ നിക്ഷേപങ്ങളും ബോണ്ടുകളും വിപണി പിടിക്കുമ്പോൾ സ്വർണത്തിൻ്റെ പകിട്ട് കുറഞ്ഞാലും ഇല്ലെങ്കിലും അതിൻ്റെ സ്വഭാവം മാറിക്കഴിഞ്ഞു. സാധാരണക്കാരൻ തൻ്റെ അധ്വാനത്തിൻ്റെ വിഹിതം സ്വർണത്തിൽ നിക്ഷേപിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും സ്വർണത്തിൻ്റെ തിളക്കം നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകില്ല എന്ന് ഉറപ്പാണ്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ വിജയകുമാർ, അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ, ഹരീഷ് എം വി, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.